നമസ്കാരം. റിവറ്റഡ് ലാബ് ആൻഡ് ബട്ട് ജോയിന്റ് നിർമ്മിക്കുന്നതിനുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. സോളിഡ് പഞ്ച് ഉപയോഗിച്ച് കൃത്യമായ അളവിലുള്ള ദ്വാരങ്ങൾ പഞ്ച് ചെയ്യുക. റിവറ്റ് സെറ്റ്, റിവറ്റ് സ്നാപ്പ്, ഡോളി എന്നിവയുടെ സഹായത്താൽ ഒരു ബോൾ പീൻ ഹാമർ ഉപയോഗിച്ച് സ്നാപ്പ് ഹെഡ് റിവറ്റുകൾ റിവറ്റ് ചെയ്യുക. സിംഗിൾ റിവറ്റഡ് ലാബ് ബട്ട് ജോയിന്റുകൾ നിർമ്മിക്കുക. സ്നാപ്പ് ഹെഡ്, ഫ്ലാറ്റ് ഹെഡ് റിവറ്റുകളുടെ റിവറ്റ് ഹെഡുകൾ രൂപപ്പെടുത്തുക. ആദ്യം നമുക്ക് ആവശ്യമായ ടൂളുകൾ പഠിക്കാം. വുഡൻ മാലറ്റ്, സ്റ്റീൽ റൂൾ, ട്രൈ സ്ക്വയർ, സ്ട്രേറ്റ് സ്നിപ്പ്, സ്ക്രൈബർ, സി ക്ലാമ്പ്, സെന്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ, drill bit, portable drilling machine, chuck key, setting hammer, dolly, rivet set, rivet snap, snip or shearing tool. സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റിന്റെ കുറിച്ച് ഇപ്പോൾ പഠിക്കാം. സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റ് ഏറ്റവും ലളിതവും ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ ജോയിന്റാണ്. സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റിൽ പ്ലേറ്റുകൾ അറ്റത്ത് ഓവർലാപ്പ് ചെയ്യുകയും ഈ ലാപ്പിൽ ഒറ്റവരി റിവറ്റുകൾ റിവറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റിൽ ഷീറ്റ് മെറ്റൽ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് പഠിക്കാം. ഷീറ്റ് മെറ്റൽ 140 mm ഇൻറ്റു 48 mm വലുപ്പത്തിൽ ഒരു സ്നിപ്പ് അല്ലെങ്കിൽ ഷെയറിംഗ് ടൂൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. ഒരു മരം കൊണ്ടുള്ള മാലറ്റ് ഉപയോഗിച്ച് ഡ്രസ്സിംഗ് പ്ലേറ്റിൽ ഷീറ്റ് ഫ്ലാറ്റൻ ചെയ്യുക. ഒരു ഫ്ലാറ്റ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് അരികുകൾ ഡീബർ ചെയ്യുക. സ്ട്രേറ്റ് സ്നിപ്പ് ഉപയോഗിച്ച് 140 mm ഇൻറ്റു 48 mm ഷീറ്റ് 70 mm ഇൻറ്റു 48 mm വലുപ്പമുള്ള രണ്ട് തുല്യ ഭാഗങ്ങളായി മുറിക്കുക. സിംഗിൾ റിവറ്റഡ് ലാബ് ജോയിന്റിനായി ലേ ഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുന്നതിലേക്ക് നമുക്ക് പോകാം. ലേ ഔട്ട് സ്പേസിംഗ് തയ്യാറാക്കൽ ലാബ് ജോയിന്റ് റിവേറ്റിംഗിനായുള്ള ഡ്രില്ലിംഗ് എക്സസൈസിനുള്ള കാര്യത്തിലെന്ന പോലെ തന്നെയാണ്. ട്രൈ സ്ക്വയറും സ്ക്രൈബറും ഉപയോഗിച്ച് ലാബ് ജോയിന്റിനായി തയ്യാറാക്കിയ ലേഔട്ട് അനുസരിച്ച് ഷീറ്റുകളിൽ ഡ്രിൽ ഹോളുകൾക്കായി അടയാളപ്പെടുത്തുക. അടുത്തതായി റിവറ്റ് ഹോളുകളുടെ പഞ്ചിങ്ങിനെയും ഡ്രില്ലിങ്ങിനെയും കുറിച്ച് നമുക്ക് പഠിക്കാം. 70 mm ഇൻറ്റു 48 mm പാർട്ട് 1 ഷീറ്റിൽ സെന്റർ പഞ്ചും ബോൾ പീൻ ഹാമറും ഉപയോഗിച്ച് ഡ്രില്ലിങ്ങിനുള്ള മാർക്കുകളിൽ പഞ്ച് ചെയ്യുക. പോർട്ടബിൾ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് പാർട്ട് 1 ഷീറ്റിന്റെ മധ്യഭാഗത്ത് പഞ്ച് ചെയ്ത മാർക്കുകളിൽ 3.2 mm വ്യാസമുള്ള ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുക. ഡ്രോയിംഗ് അനുസരിച്ച് 70 mm ഇൻറ്റു 48 mm പാർട്ട് 2 ഷീറ്റിൽ 3.2 mm വ്യാസമുള്ള ഒരു കേന്ദ്രദ്വാരം പഞ്ച് ചെയ്ത് ഡ്രിൽ ചെയ്യുക. കൂടുതൽ വലിപ്പമുള്ള ഒരു ഡ്രിൽ ഉപയോഗിച്ച് കൈകൊണ്ട് തിരച്ച് ഡ്രിൽ ചെയ്ത ഹോളുകൾ ഡീബർ ചെയ്യുക. പാർട്ട് 2 മുകളിൽ എല്ലാ ഹോളുകളും
പഞ്ച് ചെയ്ത പാർട്ട് 1 ഷീറ്റ് വയ്ക്കുക. അതായത് ഷീറ്റുകളുടെ ഓവർലാപ്പ് ചെയ്ത അരികുകൾ അടയാളപ്പെടുത്തിയ വരകളുമായി ചേർന്ന തരത്തിൽ. ഇനി നമുക്ക് സ്നാപ്പ് ഹെഡ് റിവറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഹാൻഡ് റിവറ്റിംഗ് പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കുന്ന വിവിധ ടൂളുകൾ ഇവയാണ്: റിവറ്റ് സെറ്റ്, ഡോലി, റിവറ്റ് സ്നാപ്പ്, കമ്പൈൻഡ് റിവറ്റ് സെറ്റ്, ഹാൻഡ് റിവറ്റർ, പോപ്പ് റിവറ്റർ, ഡ്രിഫ്റ്റ്, കോക്കിംഗ് ടൂൾ, ഫുള്ളറിംഗ് ടൂൾ. റിവറ്റ് സെറ്റ് ഹോളിൽ റിവറ്റ് കയറ്റിയ ശേഷം ഷീറ്റ് മെറ്റൽ തമ്മിൽ അടുപ്പിച്ച് കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കുന്നു. നേർത്ത പ്ലേറ്റുകളോ ഷീറ്റോ ചെറിയ റിവറ്റുകൾ ഉപയോഗിച്ച് റിവറ്റ് ചെയ്യുമ്പോൾ ഇത് ആവശ്യമാണ്. ഡോളി ഇതിനകം രൂപപ്പെടുത്തിയിരിക്കുന്ന റിവറ്റിന്റെ ഹെഡിനെ സപ്പോർട്ട് ചെയ്യാനും റിവറ്റ് ഹെഡിന്റെ ആകൃതിക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും ഇത് ഉപയോഗിക്കുന്നു. റിവറ്റ് സ്നാപ്പ് റിവറ്റിംഗ് സമയത്ത് റിവറ്റിന്റെ അന്തിമ രൂപം രൂപപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നു. റിവറ്റ് ഹെഡുകളുടെ വ്യത്യസ്ത രൂപങ്ങളുമായി പൊരുത്തപ്പെടുന്ന റിവറ്റ് സ്നാപ്പുകൾ ലഭ്യമാണ്. കമ്പൈൻഡ് റിവറ്റ് സെറ്റ് ഇത് ഹെഡ് സജ്ജീകരിക്കുന്നതിനും രൂപപ്പെടുത്തുന്നതിനും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ്. ഹാൻഡ് റിവറ്റർ ഹാൻഡിൽ അമർത്തുമ്പോൾ ജോകൾക്കിടയിൽ പ്രഷർ ചെലുത്തുന്ന ഒരു ലിവർ മെക്കാനിസം ഇതിനുണ്ട്. ചെമ്പ് അല്ലെങ്കിൽ അലുമിനിയം റിവറ്റുകൾ റിവറ്റ് ചെയ്യുമ്പോൾ ഇത് ഉപയോഗപ്രദമാണ്. പരസ്പരം മാറ്റാവുന്ന ആൻവീലുകൾ നൽകാവുന്നതാണ്. പോപ്പ് റിവറ്റർ പോപ്പ് റിവറ്റുകൾ കൈകൊണ്ട് റിവറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. ട്രിഗർ മെക്കാനിസം റിവറ്റിനെ സ്ക്വീസ് ചെയ്യുകയും റിവറ്റിന്റെ മാൻഡ്രിലിനെ വേർതിരിക്കുകയും ചെയ്യുന്നു. ഈ രീതിയിൽ മാൻഡ്രിൽ റിവറ്റിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നതിനാൽ മറുവശത്ത് ഹെഡ് രൂപം കൊള്ളുന്നു. ഡ്രിഫ്റ്റ് റിവറ്റ് ചെയ്യേണ്ട ദ്വാരങ്ങൾ വിന്യസിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. കോക്കിംഗ് ടൂൾ ഒരു മെറ്റൽ ടു മെറ്റൽ ജോയിന്റിന്റെ രൂപപ്പെടുത്തുന്നതിന് പ്ലേറ്റുകളുടെയും റിവറ്റുകളുടെയും ഹെഡുകളുടെയും അരികുകൾ അടയ്ക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. ഫുള്ളറിംഗ് ടൂൾ ഇത് പ്ലേറ്റിന്റെ അരികിലെ ഉപരിതലം പ്രസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഫ്ലൂയിഡ് ടൈറ്റ് ജോയിന്റുകൾ നിർമ്മിക്കാൻ ഫുള്ളറിംഗ് സഹായിക്കുന്നു. ശരിയായ വിന്യാസം ഉറപ്പാക്കുന്നതിന് ഷീറ്റ് 1 ഷീറ്റ് 2 അടിയിൽ വെച്ചതിന് ശേഷം 3 mm വ്യാസമുള്ള സ്നാപ്പ് ഹെഡ് റിവറ്റ് കയറ്റി വയ്ക്കുക. താഴെ നിന്ന് ഒരു ഡോളി ഉപയോഗിച്ച് സെന്റർ ഹോളിൽ വെച്ചിരിക്കുന്ന റിവറ്റ് ഹെഡ് സപ്പോർട്ട് ചെയ്യുക. റിവറ്റ് സ്നാപ്പ് റിവറ്റിന്റെ ഷാങ്കിൽ വയ്ക്കുക. ഒരു ബോൾ പെൻ ഹാമർ ഉപയോഗിച്ച് റിവറ്റിന്റെ ഹെഡ് രൂപപ്പെടുത്തുക. പാർട്ട് 2 ഷീറ്റിൽ ബാക്കിയുള്ള 4 ദ്വാരങ്ങൾ പാർട്ട് 1 ഷീറ്റിൽ ഇതിനകം പഞ്ച് ചെയ്ത ദ്വാരങ്ങളിലൂടെ ഡ്രിൽ ചെയ്യുക. കൂടുതൽ വലിപ്പമുള്ള ഡ്രിൽ ഉപയോഗിച്ച് പഞ്ച് ചെയ്ത ദ്വാരങ്ങളിൽ കൈകൊണ്ട് തിരിച്ച് ഡീബർ ചെയ്യുക. ഡ്രിൽ ചെയ്ത എല്ലാ ദ്വാരങ്ങളിലും സ്നാപ്പ് ഹെഡ് റിവറ്റ് ഇടുക. ഡോളി, റിവറ്റ് സ്നാപ്പ്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് റിവറ്റിംഗ് നടപടിക്രമം ആവർത്തിക്കുക. എല്ലാ ദ്വാരങ്ങളും റിവറ്റ് ചെയ്ത് സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് നിർമ്മിക്കുക. അടുത്തതായി സിംഗിൾ സ്ട്രാപ്പ് ആൻഡ് സിംഗിൾ റോ റിവറ്റ് ബട്ട് ജോയിന്റിനെ കുറിച്ച് പഠിക്കാം. ഘടകങ്ങളുടെ അരികുകൾ റിവറ്റിംഗ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരം ജോയിന്റാണ് ഒരു ബട്ട് ജോയിന്റ്.
ഘടകങ്ങളുടെ അരികുകൾ ഒരുമിച്ച് ഹോൾ ചെയ്യാൻ സ്ട്രാപ്പ് എന്ന പ്രത്യേക മെറ്റൽ ഉപയോഗിക്കുന്നു. ജോയിൻ ചെയ്യേണ്ട മെറ്റൽ ഷീറ്റുകളുടെ ഒരു വശത്ത് സ്ട്രാപ്പ് നൽകിയാൽ അതിനെ സിംഗിൾ സ്ട്രാപ്പ് എന്നും യോജിപ്പിക്കേണ്ട മെറ്റൽ ഷീറ്റുകളുടെ ഇരുവശത്തും നൽകിയാൽ ഡബിൾ സ്ട്രാപ്പ് എന്നും പറയും. സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് റിവറ്റിംഗിൽ സിംഗിൾ റോ റിവറ്റിനൊപ്പം ബട്ടിന്റെ ഇരുവശത്തും ഒരു വരി റിവറ്റ് ഉണ്ട്. ഇപ്പോൾ സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിന്റിനായി ഷീറ്റ് മെറ്റൽ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നൽകിയിരിക്കുന്ന റോ മെറ്റീരിയൽ അടയാളപ്പെടുത്തി സ്ട്രെയിറ്റ് സ്നിപ്പ് ഉപയോഗിച്ച് 3 മുറിക്കുന്നതിലൂടെ 50 mm x 48 mm വലുപ്പമുള്ള 2 ഷീറ്റ് മെറ്റൽ പീസുകളും 24 mm x 48 mm വലുപ്പമുള്ള മൂന്നാമത്തെ പീസും സ്ട്രാപ്പ് ലഭിക്കുന്നു. ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് 3 മെറ്റൽ ഷീറ്റുകളുടെയും വലുപ്പം പരിശോധിക്കുക. ഒരു മരം കൊണ്ടുള്ള മാലറ്റ് ഉപയോഗിച്ച് ഡ്രസ്സിംഗ് പ്ലേറ്റിൽ ഷീറ്റ് ഫ്ലാറ്റൻ ചെയ്യുക. ഒരു ഫ്ലാറ്റ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് അരികുകൾ ഡീബർ ചെയ്യുക. സിംഗിൾ സ്ട്രാപ്പ് സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിന്റിനുള്ള ലേ ഔട്ട് സ്പേസിംഗ് തയ്യാറാക്കുന്നതിലേക്ക് നമുക്ക് പോകാം. ആദ്യം ബട്ട് ജോയിന്റിനായി റിവറ്റ് ഹോളിനുള്ള ലേ ഔട്ട് സ്പേസിംഗ് തയ്യാറാക്കാം. ലേ ഔട്ട് സ്പേസിംഗ് തയ്യാറെടുപ്പ് മുൻ എക്സസൈസിന് സമാനമാണ്. 3 ഷീറ്റുകളിലും സെന്റർ പഞ്ച്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് റിവറ്റ് ഹോളിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തുക. റിവറ്റ് ഹോളുകളുടെ പഞ്ചിങ്ങും ഡ്രില്ലിംഗും നടത്താൻ നമുക്ക് ഇപ്പോൾ പഠിക്കാം. 3.2 mm വ്യാസമുള്ള ദ്വാരങ്ങൾ സ്ട്രാപ്പിലെ എല്ലാ പഞ്ച് മാർക്കുകളിലും ഡ്രിൽ ചെയ്യുക. 3.2 mm വ്യാസമുള്ള ദ്വാരങ്ങൾ ജോയിൻ ചെയ്യേണ്ട 2 50 mm x 48 mm വർക്ക് പീസുകളിൽ മധ്യഭാഗത്തെ ദ്വാരങ്ങളുടെ പഞ്ച് ചെയ്ത അടയാളങ്ങളിൽ ഡ്രിൽ ചെയ്യുക. കൂടുതൽ വലിപ്പമുള്ള ഒരു ഡ്രിൽ ഉപയോഗിച്ച് കൈകൊണ്ട് തിരച്ച് ഡ്രിൽ ചെയ്ത ഹോളുകൾ ഡീബർ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസുകളുടെ അറ്റങ്ങൾ ബട്ട് ചെയ്യുക. അവയ്ക്ക് മുകളിൽ സ്ട്രാപ്പ് വയ്ക്കുക. ഡ്രോയിംഗ് അനുസരിച്ച് ഇവ കൃത്യമായി സെറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത ലൈനിൽ അലൈൻമെന്റ് ശരിയായി ചെയ്തുവെന്ന് ഉറപ്പാക്കുക. നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റ് ഹെഡ് റിവറ്റിന്റെ റിവറ്റിംഗ് പഠിക്കാം. ബട്ട് പീസുകളുടെയും സ്ട്രാപ്പിന്റെയും മധ്യഭാഗത്തെ ദ്വാരത്തിൽ വ്യാസം 3 mm ഫ്ലാറ്റ് ഹെഡ് റിവറ്റ് കയറ്റി വയ്ക്കുക. ഫ്ലാറ്റ് സ്റ്റീൽ പ്ലേറ്റിൽ വർക്ക് വെച്ച് റിവറ്റ് സെറ്റ്, റിവറ്റ് സ്നാപ്പ്, ബോൾ പീൻ ഹാമർ എന്നിവ ഉപയോഗിച്ച് ഫ്ലാറ്റ് റിവറ്റ് ഹെഡ് രൂപപ്പെടുത്തുക. ജോയിൻ ചെയ്യേണ്ട വർക്ക് പീസുകളും സ്ട്രാപ്പ് ഷീറ്റ് അടയാളപ്പെടുത്തിയ ലൈനിൽ ശരിയായി അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്ട്രാപ്പ് ഷീറ്റിൽ ഇതിനകം ഡ്രിൽ ചെയ്തിരിക്കുന്ന ദ്വാരങ്ങളിലൂടെ താഴത്തെ ഷീറ്റിന്റെ ഭാഗത്ത് ശേഷിക്കുന്ന ദ്വാരങ്ങൾ ഡ്രിൽ ചെയ്യുക. കൂടുതൽ വലിപ്പമുള്ള ഡ്രിൽ ഉപയോഗിച്ച് പഞ്ച് ചെയ്ത ദ്വാരങ്ങളിൽ കൈകൊണ്ട് തിരച്ച് ഡീബർ ചെയ്യുക. സിംഗിൾ റിവറ്റഡ് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് സൂചിപ്പിച്ച റിവറ്റിംഗ് നടപടിക്രമം പിന്തുടർന്ന് എല്ലാ ദ്വാരങ്ങളിലും റിവറ്റുകൾ കയറ്റി റിവറ്റ് ഹെഡുകൾ രൂപപ്പെടുത്തുക.
നമ്മൾ പഠിച്ചത് ഒരിക്കൽ കൂടി. സോളിഡ് പഞ്ച് ഉപയോഗിച്ച് കൃത്യമായ അളവിലുള്ള ദ്വാരങ്ങൾ പഞ്ച് ചെയ്യുക. റിവേർട്ട് സെറ്റ്, റിവേർട്ട് സ്നാപ്പ്, ഡോളി എന്നിവയുടെ സഹായത്താൽ ഒരു ബോൾ പീൻ ഹാമർ ഉപയോഗിച്ച് സ്നാപ്പ് ഹെഡ് റിവറ്റുകൾ റിവറ്റ് ചെയ്യുക. സിംഗിൾ റിവറ്റഡ് ലാപ്പ്, ബട്ട് ജോയിന്റുകൾ നിർമ്മിക്കുക. സ്നാപ്പ് ഹെഡ്, ഫ്ലാറ്റ് ഹെഡ് റിവറ്റുകളുടെ റിവറ്റ് ഹെഡുകൾ രൂപപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് റിവറ്റഡ് ലാപ്പ് ആൻഡ് ബട്ട് ജോയിന്റ് നിർമ്മാണത്തെക്കുറിച്ച് പറയാനുള്ളത്. എല്ലാ ആശയങ്ങളും എക്സസൈസുകളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.